viewers, welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 42nd lecture of Management Concepts and Thought. In this lecture, we are discussing about leadership, its definition, features, and types of leadership. Let us discuss the meaning of leadership. Leadership is an important element of the directing function of management. Wherever there is an organized group of people working towards a common goal, some type of leadership becomes essential. The power of leadership is the power of integrating. നമുക്കറിയാം ഡയറക്റ്റിങ്ങിൻ്റെ 4 എലമെൻറ്റ്സിൽ ഒന്നാണ് ലീഡർഷിപ്പ്. ഏതൊക്കെയാണ് ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ പീപ്പിൾസിനെ ഓർഗനൈസ് ചെയ്യുന്നതിൽ ലീഡർഷിപ്പിന് ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. പവർ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ പവർ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ആണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് ലീഡർഷിപ്പിനുള്ളത്. Look at the definition of leadership. According to Coons and O'Donnell, leadership is the ability of a manager to induce subordinates to work with confidence and zeal. കൂൺസ് ആൻഡ് ഒഡോണൽ ലീഡർഷിപ്പിനെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: ഒരു മാനേജർക്ക് സബോർഡിനേറ്റ്സിനെ അവരുടെ വർക്കിൽ ആത്മാർത്ഥതയും ശുഷ്കാന്തിയും ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ള മാനേജറുടെ എബിലിറ്റിയാണ് ലീഡർഷിപ്പ്. Then nature and characteristics of leadership. An analysis of the definition cited above reveals the following important characteristics of leadership. First one, leadership is a personal quality. എല്ലാ ലീഡേഴ്സിനും ഒരേപോലത്തെ ക്വാളിറ്റി ആയിരിക്കില്ല ഉണ്ടാവുക. അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ക്വാളിറ്റി ലീഡർഷിപ്പിന് ഉണ്ടാവും. The next one, it exists only with followers. If there are no followers, there is no leadership. ലീഡർ പറയുന്ന കാര്യം ഫോളോ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ലീഡർഷിപ്പ് ഉള്ളൂ. അങ്ങനെ ഒരു ഫോളോവേഴ്സും ഇല്ലാത്ത ഒരാൾ അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും അയാളുടെ ഫോളോവേഴ്സ് അനുസരിക്കുന്നില്ല എങ്കിൽ അവിടെ ലീഡർഷിപ്പ് ഇല്ല. തേർഡ് വൺ, ഇറ്റ് ഈസ് ദ വില്ലിങ്നെസ് ഓഫ് പീപ്പിൾ ടു ഫോളോ ദാറ്റ് മേക്സ് പേഴ്സൺ എ ലീഡർ. ഒരു പേഴ്സണെ മറ്റുള്ളവർ ഫോളോ ചെയ്യാൻ വില്ലിങ് ആവുമ്പോഴാണ് ഒരു ലീഡർ ജനിക്കുന്നത്. അപ്പോൾ ആ ലീഡർ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ ആൾക്കാർ തയ്യാറാവുമ്പോഴാണ് ഒരു ലീഡർ അവിടെ ഉണ്ടാവുക. ദ നെക്സ്റ്റ് വൺ, ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസ്. എ ലീഡർ മസ്റ്റ് ബി ഏബിൾ ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ്സ് ഓഫ് ഹിസ് സബോർഡിനേറ്റ്സ്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു പ്രോസസ്സ് കൂടിയാണ് ലീഡർഷിപ്പ്. ലീഡർ അയാളുടെ സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. സബോർഡിനേറ്റ്സിൻ്റെ ബിഹേവിയറിൽ, അവരുടെ ആറ്റിറ്റ്യൂഡിൽ, അവരുടെ ബിലീഫിൽ, ഇതിലെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു ലീഡർക്ക് സാധിച്ചിരിക്കണം. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ഫോർ ദ റിയലൈസേഷൻ ഓഫ് കോമൺ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾസിനെ റിയലൈസ് ചെയ്യുന്നത് തരത്തിലുള്ളതായിരിക്കണം ലീഡർഷിപ്പ്. ഓർഗനൈസേഷൻ്റെ മെയിൻ ഗോളിനെ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആയിരിക്കണം ഒരു ലീഡർ അയാളുടെ സബോർഡിനേറ്റ്സിന് നൽകേണ്ടത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് റെഡിനെസ് ടു അക്സെപ്റ്റ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഇൻ ഓൾ സിറ്റുവേഷൻസ്. എല്ലാ സിറ്റുവേഷനിലും കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലീഡർഷിപ്പ് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റിമുലേറ്റിംഗ് ദ ഫോളോവേഴ്സ് ടു സ്ട്രൈവ് വില്ലിങ്നെസ് ടു അറ്റെയിൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഫങ്ഷൻ ലീഡറിനെ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സിനെ കൊണ്ട് ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളൊരു ഫങ്ഷൻ കൂടിയാണ്. നെക്സ്റ്റ് വൺ, ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഡു ചേഞ്ച് അണ്ടർ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ്. ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസിലും ലീഡർഷിപ്പ് സ്റ്റൈലുകൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. എല്ലായിടത്തും ഒരേപോലെയുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം.
Last one is leadership is neither bossism nor synonymous with management. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബോസിസമോ മാനേജ്മെൻറ്റിൻ്റെ പര്യായമോ അല്ല. These are the nature and characteristics of leadership. Next topic is formal and informal leaders. From the viewpoint of official recognition from top management, leaders may be classified as formal and informal leaders. ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ റെക്കഗ്നീഷൻ്റെ വ്യൂ പോയിൻറ്റിൽ ലീഡേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫോർമൽ ലീഡേഴ്സ് ആൻഡ് ഇൻഫോർമൽ ലീഡേഴ്സ്. ഫോർമൽ ലീഡേഴ്സ് എ മെമ്പർ ഓഫ് ആൻ ഓർഗനൈസേഷൻ who is given authority to influence other organizational members to achieve organizational goals. ഒരു ഓർഗനൈസേഷനിലെ മെമ്പർ മറ്റുള്ള ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓർഗനൈസേഷനിലെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അത്തരത്തിലുള്ള ലീഡേഴ്സിനെയാണ് ഫോർമൽ ലീഡേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ ഒഫീഷ്യലായിട്ട് യൂസ് ചെയ്യുന്നത് ഫോർമൽ ലീഡേഴ്സിനെയാണ്. ഒരു ഫോർമൽ അതോറിറ്റി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആ മെമ്പർ മറ്റുള്ള മെമ്പേഴ്സിനെ ലീഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻഫോർമൽ ലീഡർ. ആൻ ഓർഗനൈസേഷണൽ മെമ്പർ with no formal authority to influence others but who has special skills or talents to influence others. ഇൻഫോർമൽ ലീഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഓർഗനൈസേഷനിലെ മെമ്പർ അയാൾക്ക് അതേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു ഫോർമൽ അതോറിറ്റി ഒന്നും ഇല്ല എങ്കിൽ പോലും അയാളുടെ സ്പെഷ്യൽ സ്കിൽസും ടാലൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് മറ്റുള്ളവരിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്നു എങ്കിൽ അത്തരത്തിലുള്ള ലീഡേഴ്സിനെയാണ് ഇൻഫോർമൽ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ റെക്കഗ്നീഷൻ്റെ ബേസിസിൽ രണ്ട് ലീഡേഴ്സിനെയാണ് നമ്മളിവിടെ പറഞ്ഞത്, ഫോർമൽ ലീഡറും ഇൻഫോർമൽ ലീഡറും. Okay, this is all for today's session. Thank you for listening.